അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇത് കാണിച്ചായിരുന്നു ഈ റയോൺ ഫാബ്രിക്കിലോട്ട് ഇതേപോലെ ഈ മുക്കായി ഷുവർക്കും അതേപോലെ തന്നെ സീക്വൻസും ത്രെഡൊക്കെ ഉള്ള പാറ്റേൺസ് കാണിച്ചു. അപ്പൊ അതിന്റെ കുറെ പേര് എൻക്വയറി ചെയ്തായിരുന്നു. അപ്പൊ ഞാൻ റീസ്റ്റോക്ക് ചെയ്തതിൽ കുറച്ച് പീസ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ യെല്ലോ മുമ്പ് കാണിച്ചതിൽ ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് 1-2 പീസസൊക്കെ ഉള്ള ലിമിറ്റഡേ ഉള്ള മെറ്റീരിയൽ. ഇതിനകത്ത് വന്നേക്കുന്നത് ഈ റയോൺ ഫാബ്രിക്കിലോട്ട് ഒരു സ്റ്റിച്ച് പോയിട്ട് അതിനകത്ത് സീക്വൻസ് പോയിട്ടുണ്ട് കേട്ടോ. ഞാനത് ക്ലോസ് ആയിട്ട് അപ്പൊ ചെറിയൊരു ഷൈനിങ് കാണാം. നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാം. ഇതിന്റെ 2 കളേഴ്സ് ഉണ്ട്. ഒന്ന് ഞാൻ ഈ വേറെ എടുക്കുന്ന ഒരു യെല്ലോ കളറും, സെക്കൻഡ് വൺ ഇത് ഈ ഒരു മെറൂൺ കളർ എന്ന് പറയട്ടെ. അതിന്റെ ബേസ് കളർ വന്നിട്ട് മെറൂൺ ആണ്. ഇതുപോലെ ഉണ്ടാവും. അതിന്റെ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഒക്കെ ഉണ്ടോ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഓരോ സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് അതിനകത്തോട്ട് ഓരോ ലൈൻസിന്റെ സീക്വൻസ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഞാനിപ്പോ ഈ വെയർ ചെയ്തേക്കുന്ന യെല്ലോയും വിത്തൗട്ട് ലൈനിങ് ആണ്. റയോൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ ഉണ്ടാവും. യെല്ലോയുടെയും ക്ലോസ് പിക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ സീക്വൻസ് ഇല്ലാതെ ഉള്ളൊരു വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാവും. ഇതും കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേര് ചോദിച്ചായിരുന്നു. ഇങ്ങനെ ഉണ്ടാവും ഈ ഒരു ഡിസൈൻ. ഇതിനകത്തോട്ട് സീക്വൻസോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ ക്ലോസ് ആയിട്ടുള്ള പിക്ക് ഇത് വ്യൂ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ലെങ്ത് 47 ആണ് വരുന്നത് ഈ ഒരു കളറ്. പിന്നെ അതിന്റെ തന്നെ അടുത്തൊരു കളർ നല്ല സൂപ്പർ കളർ. ഇതിനകത്തോട്ട് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട്. ചില സ്ഥലത്ത് കുറച്ച് സ്റ്റോൺസ് ഇങ്ങനെ അധികമായിട്ടൊക്കെ ഉണ്ടാവും. സ്റ്റിക്ക് ചെയ്തേക്കണതിന്റെ ആ മെറ്റീരിയലിൽ തന്നെ വന്നേക്കുന്നതാണ് കേട്ടോ. അത് ഞാൻ സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് അത് ഒരു ഡിസൈൻ ആണ് കേട്ടോ. ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ്. ഞാൻ വിചാരിച്ചു കുറച്ച് സ്ഥലത്ത് അങ്ങനെ കൂടുതൽ വന്നേക്കുന്നത്. ഇതൊക്കെ ഓരോ ഡിസൈൻസ് ആണ് അതിനകത്ത് കൂടുതൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതുപോലെ ഉണ്ടാവും ഈ ഒരു ഡിസൈൻ വന്നിട്ട് ഇതുപോലെ. അപ്പൊ അങ്ങനെ ഇത് 4 പാറ്റേൺസ് ആണുള്ളത്. ഞാൻ ഈ പാറ്റേൺസും വേറെ ചെയ്ത് കാണിച്ചു. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഈ ഒരു മെറൂൺ കളറില്, മെറൂൺ അല്ല കേട്ടോ, ശരിക്കും പറഞ്ഞ ഒരു കരിഞ്ഞ റാണി പോലെയൊക്കെ ഉണ്ട്. നേരത്തെ ഞാൻ വേറെ ഇതെന്റെ കാണിച്ചു തരാം. ഇതിലും അത്യാവശ്യം ഒരു ചെറിയൊരു ഷൈനിങ് പോലെ ഇതേപോലെ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഓൾ ഓവർ ഉണ്ട് കേട്ടോ ആ മെറ്റീരിയലിൽ. ഇതേപോലെ തന്നെ ഉണ്ട് ഈ ഒരു പാറ്റേൺ. അപ്പം ഞാൻ വേറെ ഇതേക്കുന്നതും എല്ലാം നെക്ക് പാറ്റേൺസ് ഒക്കെ സെയിം ആണ്. ചെറിയൊരു വി കട്ടിങ് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു നോർമൽ നെക്കാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഓൾ ഓവർ ഓരോ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന്, ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നതല്ല, എന്നാലും ജസ്റ്റ് കെയർ ചെയ്യാൻ പറഞ്ഞാണ്. ചില സ്ഥലത്ത് ഓരോ ഫ്ലവേഴ്സ് പോലെ സ്റ്റോൺസ് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ ഉണ്ടാവും. അതെല്ലാം ലിമിറ്റഡേ ഉള്ളൂ. ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ലെങ്ത് 47 വരുന്നുണ്ട്. ഇതിനകത്ത് സ്റ്റോൺസോ സീക്വൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ എല്ലാം കുറച്ച് ലിമിറ്റഡ് പീസസേ ഉള്ളൂ. ലെങ്ത് 47 വരുന്നുണ്ട്. അതിനകത്ത് കുറച്ച് സ്റ്റോൺസും വർക്കും കൂടുതലുള്ളതുകൊണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബുക്ക് ചെയ്തിട്ട് 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ.